ഓം ശാന്തി 7/6/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ പരസ്പരം ആത്മീയ സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് പരസ്പരം അതിയായ സ്നേഹമുണ്ടാകണം. നിങ്ങൾ സ്നേഹത്താൽ നിറഞ്ഞ ഗംഗയായി മാറണം. ഒരിക്കലും പിണങ്ങരുത്, വഴക്കുണ്ടാക്കരുത്. ചോദ്യം: ആത്മീയ പിതാവിന് ഏത് കുട്ടികളോടാണ് വളരെ വളരെ സ്നേഹം തോന്നുന്നത്? ഉത്തരം: 1. ആരാണോ ശ്രീമത്തിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2. ആരാണോ പൂക്കളായി മാറുന്നത്, ഒരിക്കലും ആരെയും മുള്ളായി മുറിവേൽപ്പിക്കാത്തത്, പരസ്പരം വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നത്, ഒരിക്കലും ആരോടും പിണങ്ങാത്തത്. ഇങ്ങനെയുള്ള കുട്ടികളോടാണ് ബാബയ്ക്ക് വളരെ വളരെ സ്നേഹം തോന്നുന്നത്. ആരാണോ ദേഹാഭിമാനത്തിലേക്ക് വന്ന് പരസ്പരം പിണങ്ങുന്നത്, ഉപ്പുവെള്ളമാകുന്നത്, അവർ ബാബയുടെ അന്തസ്സ് കളയുന്നു. അവർ ബാബയുടെ നിന്ദ ചെയ്യുന്ന നിന്ദകരായി മാറുന്നു. ഓം ശാന്തി. എങ്ങനെയാണോ ആത്മീയ കുട്ടികൾക്ക് ഇപ്പോൾ ആത്മീയ അച്ഛനോട് സ്നേഹം തോന്നുന്നത്, അതുപോലെ ആത്മീയ അച്ഛനും ആത്മീയ കുട്ടികളോട് സ്നേഹം തോന്നുകയാണ്. കാരണം ശ്രീമത്തിലൂടെ മുഴുവൻ വിശ്വത്തിന്റെയും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യുന്നവരെ എല്ലാവരും സ്നേഹിക്കും. നിങ്ങളും പരസ്പരം ആത്മീയ സഹോദരങ്ങളാണ്. നിങ്ങൾ തീർച്ചയായും പരസ്പരം സ്നേഹിക്കണം. ബാബയുടെ കുട്ടികൾക്ക് എത്ര സ്നേഹമുണ്ടായിരിക്കുമോ അത്രയും സ്നേഹം പുറമേയുള്ളവർക്ക് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കും പരസ്പരം വളരെ വളരെ സ്നേഹം വേണം. അഥവാ സഹോദരങ്ങളായിട്ട് ഇവിടെ പരസ്പരം പിണങ്ങുകയാണെങ്കിൽ, സ്നേഹിക്കുന്നില്ല എങ്കിൽ സഹോദരനായി മാറിയിട്ടില്ല. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വേണം. ബാബയ്ക്കും ആത്മാക്കളോട് സ്നേഹമല്ലേ? ആത്മാക്കൾക്കും പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം. സത്യയുഗത്തിൽ എല്ലാ ആത്മാക്കളും പരസ്പരം സ്നേഹിക്കുന്നു. കാരണം ദേഹാഭിമാനമില്ല. നിങ്ങൾ സഹോദരങ്ങൾ ഒരു ബാബയുടെ ഓർമ്മയിൽ മുഴുവൻ വിശ്വത്തിന്റെയും നന്മ ചെയ്യുന്നവരാണ്. തന്റെയും നന്മ ചെയ്യുന്നു, സഹോദരങ്ങളുടെയും നന്മ ചെയ്യണം. അതിനുവേണ്ടി ബാബ ദേഹാഭിമാനത്തിൽ നിന്നും ദേഹി അഭിമാനിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലൗകിക സഹോദരങ്ങൾ പരസ്പരം ധനത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി പിണങ്ങുന്നു. ഇവിടെ പിണങ്ങുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഡയറക്റ്റ് കണക്ഷൻ വെക്കേണ്ടതുണ്ട്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. യോഗബലത്തിലൂടെ ബാബയിൽ നിന്ന് സമ്പത്ത് നേടണം. ലൗകിക പിതാവിൽ നിന്നും സ്ഥൂലമായ സമ്പത്താണ് നേടുന്നത്. ആത്മീയ പിതാവിൽ നിന്നും ആത്മീയ കുട്ടികൾക്ക് ആത്മീയ സമ്പത്താണ് ലഭിക്കുന്നത്. ഓരോരുത്തരും ബാബയിൽ നിന്ന് നേരിട്ട് സമ്പത്ത് നേടണം. എത്രത്തോളം സ്വയം ബാബയെ ഓർമ്മിക്കുന്നു, അത്രയും സമ്പത്ത് ലഭിക്കും. ബാബ നോക്കും, പരസ്പരം പിണങ്ങുകയാണെങ്കിൽ ബാബ പറയും, നിങ്ങളെന്താ അനാഥരാണോ? ആത്മീയ സഹോദരങ്ങൾ പിണങ്ങരുത്. അഥവാ ആത്മീയ സഹോദരങ്ങളായിട്ടും പരസ്പരം പിണങ്ങുകയാണെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ രാവണന്റേതായി മാറിയതുപോലെയാണ്. അങ്ങനെയുള്ളവരെല്ലാം ആസുരീയ സന്താനങ്ങളെ പോലെയാണ്. അങ്ങനെയെങ്കിൽ ദൈവിക സന്താനവും ആസുരീയ സന്താനവും തമ്മിൽ വ്യത്യാസമില്ല. കാരണം ദേഹാഭിമാനത്തിലേക്ക് വന്ന് പിണങ്ങുകയാണ്. ആത്മാവ് ആത്മാവിനോട് പിണങ്ങാറില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ്, മധുരമധുരമായ കുട്ടികളെ, പരസ്പരം ഉപ്പുവെള്ളമാകരുത്. അങ്ങനെ ആകുമ്പോഴാണ് മനസ്സിലാക്കി തരേണ്ടി വരുന്നത്. ബാബ പറയും, ഇവർ ദേഹാഭിമാനത്തിലുള്ള കുട്ടികളാണ്, രാവണന്റെ കുട്ടികളാണ്, എന്റെ അല്ല. കാരണം പരസ്പരം ഉപ്പുവെള്ളമാണ്. നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് പാലുപോലെ ഉള്ളവരായിരുന്നു.
ഈ സമയം ദേഹി അഭിമാനി ആയിരിക്കണം. അഥവാ പരസ്പരം മാറുന്നില്ല എങ്കിൽ ആ സമയം അവർ രാവണ സമ്പ്രദായത്തിലുള്ളവരാണെന്ന് മനസ്സിലാക്കണം. പരസ്പരം ഉപ്പുവെള്ളമാകുന്നതിലൂടെ ബാബയുടെ അന്തസ്സ് കളയുന്നു. ഈശ്വരീയ സന്താനമാണെന്ന് പറയും. പക്ഷേ ആസുരീയ ഗുണങ്ങളാണ് ഉള്ളത്. ദേഹാഭിമാനത്തിലുള്ളവരെ പോലെ. ദേഹി അഭിമാനിയാകുന്നവരിൽ ഈശ്വരീയ ഗുണങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഈശ്വരീയ ഗുണങ്ങൾ ധാരണ ചെയ്യുമ്പോഴേ ബാബ കൂടെ കൊണ്ടു പോകുകയുള്ളൂ. പിന്നീട് അതേ സംസ്കാരം കൂടെ കൊണ്ടുപോകും. ബാബയ്ക്ക് അറിയാൻ കഴിയും കുട്ടികൾ ദേഹാഭിമാനത്തിലേക്ക് വന്ന് ഉപ്പുവെള്ളമാകുന്നുണ്ടോ. അവരെ ഈശ്വരീയ സന്താനങ്ങളാണെന്ന് പറയാൻ സാധിക്കില്ല. എത്രത്തോളം സ്വയത്തിന് നഷ്ടമുണ്ടാക്കുന്നു. മായയ്ക്ക് വശപ്പെട്ടു പോകുന്നു. പരസ്പരം ഉപ്പുവെള്ളം, അതായത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വരുന്നു. മുഴുവൻ ലോകം തന്നെ ഉപ്പുവെള്ളമാണ്. ഈശ്വരീയ സന്താനങ്ങളായിട്ടും നിങ്ങളും ഉപ്പുവെള്ളമായി മാറിയാൽ പിന്നെന്ത് വ്യത്യാസമാണ് ഉള്ളത്? അത് ബാബയെ നിന്ദിക്കുകയാണ്. ബാബയെ നിന്ദിക്കുന്നവർ, ഉപ്പുവെള്ളം പോലെയുള്ളവർ ഗതി പ്രാപിക്കില്ല. അവരെ നാസ്തികരെന്നാണ് പറയുക. ആസ്തികനാകുന്ന കുട്ടികൾ ഒരിക്കലും പിണങ്ങില്ല. നിങ്ങൾ പരസ്പരം പിണങ്ങരുത്. പ്രേമത്തോടെ ഇരിക്കാൻ ഇവിടെ പഠിക്കണം. പിന്നീട് 21 ജന്മത്തേക്ക് പ്രേമത്തോടെ ജീവിക്കാം. ബാബയുടെ കുട്ടികളാണെന്ന് പറഞ്ഞ് സഹോദരങ്ങളായി മാറുന്നില്ല എങ്കിൽ അവർ ആസുരീയ സന്താനങ്ങൾ തന്നെയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് മുരളി പറയുന്നത്. എന്നാൽ ദേഹാഭിമാനം കാരണം അവർക്കറിയാൻ കഴിയുന്നില്ല ബാബ ഞങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മായ പ്രബലനാണ്. എങ്ങനെയാണോ എലി കടിച്ചു മുറിക്കുന്നത് അറിയാനേ കഴിയില്ല. മായയും വളരെ മധുരമധുരമായി ബോധം മറപ്പിച്ച് മുറിക്കും. അറിയാൻ പോലും കഴിയില്ല. പരസ്പരം പിണങ്ങുന്നതെല്ലാം ആസുരീയ സമ്പ്രദായത്തിലുള്ളവരുടെ ജോലിയാണ്. വളരെയധികം സെന്ററുകളിലും ഉപ്പുവെള്ളത്തിന്റെ സ്വഭാവത്തോടെ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ വരേക്കും ആരും പരിപൂർണരായി മാറിയിട്ടില്ല. മായ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. മായ മുഖം തിരിപ്പിച്ചുകളയും. അറിയാൻ പോലും കഴിയില്ല. തന്റെ ഹൃദയത്തോട് ചോദിക്കണം, നമുക്ക് പരസ്പരം സ്നേഹമുണ്ടോ അതോ ഇല്ലയോ? പ്രേമത്തിന്റെ സാഗരന്റെ കുട്ടികൾ പ്രേമത്താൽ നിറഞ്ഞ ഗംഗയായി മാറണം. പിണങ്ങുക, വഴക്കുണ്ടാക്കുക, തലതിരിഞ്ഞ ശബ്ദം പറയുക, ഇതിനേക്കാളെല്ലാം നല്ലത് ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ്. മോശമായത് കേൾക്കരുത്. അഥവാ ആരിലെങ്കിലും ക്രോധത്തിന്റെ അംശമുണ്ടെങ്കിൽ അവർക്ക് സ്നേഹമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ്, ദിവസവും തന്റെ കണക്ക് പരിശോധിക്കൂ. ആസുരീയ പെരുമാറ്റം പരിവർത്തനപ്പെടുത്തുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ഭാവിയാണ് ഉണ്ടാകുക? എന്തു പദവി നേടും? ബാബ മനസ്സിലാക്കി തരികയാണ്, സർവീസ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? പദവി കുറയും. എല്ലാവർക്കും സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾക്കും തന്റെ പഠിപ്പിന്റെ സാക്ഷാത്കാരം ഉണ്ടാകും. സാക്ഷാത്കാരം ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആവുക. ട്രാൻസ്ഫർ ആയി നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് വരും. അവസാനം എല്ലാം സാക്ഷാത്കാരത്തിലൂടെ തെളിയും. ആര് എത്ര മാർക്കോടുകൂടി പാസായി? പിന്നെ കരയും, നിലവിളിക്കും, ശിക്ഷകളും അനുഭവിക്കും, പശ്ചാത്തപിക്കും. ബാബ പറഞ്ഞത് അംഗീകരിച്ചില്ല. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്, ആസുരീയ ഗുണങ്ങളൊന്നും ഉണ്ടാകരുത്. ആരിൽ ദൈവിക ഗുണങ്ങളുണ്ടോ അവർ മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റണം. ബാബയെ ഓർമ്മിക്കുക വളരെ സഹജമാണ്. അല്ലാഹുവും ആസ്തിയും. അല്ലാഹു അർത്ഥം ബാബ, ആസ്തി അർത്ഥം ചക്രവർത്തി പദവി അല്ലെങ്കിൽ സമ്പത്ത്.
കുട്ടികൾക്ക് ലഹരി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പരസ്പരം ഉപ്പുവെള്ളമാണെങ്കിൽ ഈശ്വരീയ സമ്പ്രദായത്തിലുള്ളവരാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ബാബ മനസ്സിലാക്കും, ഇവർ ആസുരീയ സമ്പ്രദായത്തിലുള്ളവരാണ്. മായ ഇവരുടെ മൂക്ക് പിടിച്ചു. അവർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല, മുഴുവൻ അവസ്ഥയും ചഞ്ചലമാണ്, പദവിയും കുറഞ്ഞു. നിങ്ങൾ കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുക്കാൻ പരിശ്രമിക്കണം. പ്രേമത്തിന്റെ ദൃഷ്ടിയുണ്ടായിരിക്കണം. ബാബ പ്രേമത്തിന്റെ സാഗരനാണ്. കുട്ടികളെയും ആകർഷിക്കുകയല്ലേ? നിങ്ങൾക്കും പ്രേമത്തിന്റെ സാഗരമായി മാറണം. ബാബ കുട്ടികൾക്ക് വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കി തരികയാണ്. നല്ല മതം നൽകുന്നു. ഈശ്വരീയ മതം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ പൂക്കളായി മാറുന്നു. എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നൽകുകയാണ്. ദേവതകളിൽ സ്നേഹമല്ലേ ഉള്ളത്? ആ അവസ്ഥ ഇവിടെ നിങ്ങൾ സമ്പാദിക്കണം. ഈ സമയം നിങ്ങൾക്ക് നോളജ് ഉണ്ട്. പിന്നീട് ദേവതയായി മാറിക്കഴിഞ്ഞാൽ ഈ നോളജ് ഉണ്ടായിരിക്കില്ല. അവിടെ ദൈവിക സ്നേഹം ഉണ്ടായിരിക്കും. കുട്ടികളിപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പൂജ്യരായി മാറുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഗമയുഗത്തിലാണ്. ബാബ വരുന്നത് ഭാരതത്തിലാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ബാബ ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്, ഇതൊന്നും അറിയുന്നില്ല. നിങ്ങൾ കുട്ടികളിപ്പോൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കി. ആര് മനസ്സിലാക്കിയിട്ടില്ലയോ അവർക്ക് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. പദവിയും കുറയും. സ്കൂളിൽ പഠിക്കുന്നവരിൽ ചിലരുടെ പെരുമാറ്റം മോശമായിരിക്കും, ചിലരുടേത് വളരെ നല്ലതായിരിക്കും. ചിലർ പ്രസന്റ് ആയിരിക്കും, ചിലർ ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ പ്രസന്റായിരിക്കുന്നത് അവരാണ് സദാ ബാബയെ ഓർമ്മിക്കുന്നവർ. സ്വദർശന ചക്രം കറക്കിക്കൊണ്ടേയിരിക്കും. ബാബ പറയുകയാണ്, എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്വദർശന ചക്രധാരിയാണ് എന്ന് മനസ്സിലാക്കൂ. മറക്കുകയാണെങ്കിൽ ആബ്സെന്റ് ആണ്. പ്രസന്റ് ആണെങ്കിൽ ഉയർന്ന പദവി നേടാം. മറന്നുപോയാൽ പദവി കുറയും. ബാബയ്ക്കറിയാം, ഇപ്പോഴും സമയമുണ്ട്. ഉയർന്ന പദവി നേടുന്നവരുടെ ബുദ്ധിയിൽ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. പറയാറുണ്ട്, ശിവബാബയുടെ ഓർമ്മയും വായിൽ ജ്ഞാനാമൃതവും ഉണ്ടാകുമ്പോഴാണ് പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകേണ്ടത്. അഥവാ ഏതെങ്കിലും വസ്തുക്കളോട് പ്രീതിയുണ്ടെങ്കിൽ അന്തിമ സമയത്ത് അതിന്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ആഹാരം കഴിക്കാനുള്ള അത്യാഗ്രഹമാണ് ഉള്ളതെങ്കിൽ മരിക്കുന്ന സമയത്ത് ആ വസ്തുവിന്റെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും, ഈ ഭക്ഷണം കഴിക്കണം എന്ന്. പിന്നീട് പദവി നഷ്ടപ്പെടും. ബാബ പറയുകയാണ്, സ്വദർശന ചക്രധാരിയായി മരിക്കൂ. വേറൊന്നും ഓർമ്മ വരരുത്. എങ്ങനെയാണോ ഒരു സംബന്ധവും ഇല്ലാതെ ആത്മാവ് വന്നത്, അതേപോലെ പോകണം. അത്യാഗ്രഹവും നിസ്സാരമല്ല. അത്യാഗ്രഹമുണ്ടെങ്കിൽ അന്തിമ സമയത്ത് അതിന്റെ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ലഭിച്ചില്ല എങ്കിൽ ആ ആശയിൽ മരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് അത്യാഗ്രഹം പാടില്ല. ബാബ ധാരാളം മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കുന്നവരിൽ ചിലരെ മനസ്സിലാക്കുന്നുള്ളൂ. ബാബയുടെ ഓർമ്മ ഹൃദയത്തിൽ പൂർണമായും ചേർത്ത് വെക്കൂ. ബാബ, ആഹാ ബാബ, ബാബ ബാബ എന്ന് വായിലൂടെ പറയേണ്ടതില്ല. നിരന്തര സ്മൃതി ഉണ്ടായിരിക്കണം. ബാബയുടെ ഓർമ്മയിൽ കർമാതീത അവസ്ഥയിൽ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഉയർന്ന പദവി ലഭിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പ്രേമത്താൽ നിറഞ്ഞ ഗംഗയായി മാറണം. എല്ലാവരെ പ്രതിയും പ്രേമത്തിന്റെ ദൃഷ്ടി വെക്കണം. ഒരിക്കലും വായിൽ നിന്ന് തലതിരിഞ്ഞ വാക്കുകൾ പറയരുത്. 2. വസ്തുക്കളോടൊന്നും തന്നെ അത്യാഗ്രഹം വെക്കരുത്. സ്വദർശന ചക്രധാരിയായി മാറണം. അന്തിമ സമയത്ത് വേറെ ഒന്നിന്റെയും ഓർമ്മ വരാതിരിക്കാൻ അഭ്യാസം ചെയ്യണം. വരദാനം: പഴയ ദേഹം അല്ലെങ്കിൽ പഴയ ലോകത്തിന്റെ സർവ ആകർഷണങ്ങളിൽ നിന്നും സഹജമായും സദാസമയവും ദൂരെ കഴിയുന്ന രാജഋഷിയായി ഭവിക്കൂ. രാജഋഷി അർത്ഥം ഒരു വശത്ത് സർവപ്രാപ്തിയുടെ അധികാരത്തിന്റെ ലഹരിയും മറുവശത്ത് പരിധിയില്ലാത്ത വൈരാഗ്യത്തിന്റെ അലൗകിക ലഹരിയും. വർത്തമാന സമയം ഈ 2 അഭ്യാസത്തെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. വൈരാഗ്യമെന്നാൽ മാറി നിൽക്കലല്ല, എന്നാൽ സർവപ്രാപ്തി ഉണ്ടായിട്ടും പരിധിയുള്ള ആകർഷണം മനസ്സിനെയും ബുദ്ധിയെയും ആകർഷണത്തിലേക്ക് കൊണ്ടുവരരുത്. സങ്കല്പമാത്രയിൽ പോലും അധീനത ഉണ്ടായിരിക്കരുത്. ഇതിനെയാണ് പറയുന്നത് രാജഋഷി, അർത്ഥം പരിധിയില്ലാത്ത വൈരാഗി. ഈ പഴയ ദേഹം അല്ലെങ്കിൽ ദേഹത്തിന്റെ പഴയ ലോകം, വ്യക്തഭാവം, വൈഭവങ്ങളുടെ ഭാവം, ഈ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും സദാസമയവും ദൂരെ കഴിയുന്നവർ. സ്ലോഗൻ: സയൻസിന്റെ സാധനങ്ങളെ ഉപയോഗിക്കൂ, എന്നാൽ തന്റെ ജീവിതത്തിന്റെ ആധാരം ആക്കരുത്. മാതേശ്വരിയുടെ മധുര മഹാവാക്യം: നോക്കൂ, മനുഷ്യർ പറയാറുണ്ട്, കൗരവരും പാണ്ഡവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്തു. കാണിക്കുന്നുണ്ട്, പാണ്ഡവരുടെ കൂടെ നിർദ്ദേശം നൽകുന്നതിനായി ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഏതു ഭാഗത്താണോ സ്വയം പ്രകൃതിപതിയുള്ളത് അവർക്ക് വിജയം തീർച്ചയാണ്. നോക്കൂ, എല്ലാ കാര്യങ്ങളും ഒന്നാക്കി. ഇപ്പോൾ ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ. പ്രകൃതിപതി കൃഷ്ണനല്ല, പ്രകൃതിപതി പരമാത്മാവാണ്. കൃഷ്ണൻ സത്യയുഗത്തിലെ ആദ്യ ദേവതയാണ്. പാണ്ഡവരുടെ സാരഥി പരമാത്മാവായിരുന്നു, ശ്രീകൃഷ്ണനല്ല. പരമാത്മാവ് കുട്ടികൾക്ക് ഒരിക്കലും ഹിംസയല്ല പഠിപ്പിച്ചു തരുന്നത്. പാണ്ഡവർ ഹിംസായുദ്ധം ചെയ്തല്ല സ്വരാജ്യം നേടിയത്. ഈ ലോകം കർമ്മക്ഷേത്രമാണ്. ഇവിടെ മനുഷ്യൻ എങ്ങനെയുള്ള കർമ്മം ചെയ്ത് ബീജം വിതയ്ക്കുന്നുവോ അതിനനുസരിച്ചുള്ള നല്ലതോ മോശമോ ആയ ഫലം അനുഭവിക്കുന്നു. ഈ കർമ്മക്ഷേത്രത്തിൽ പാണ്ഡവർ ഭാരതമാത ശക്തി അവതാരവും ഇവിടെയുണ്ട്. പരമാത്മാവ് വരുന്നത് ഭാരതഖണ്ഡത്തിലാണ്. അതുകൊണ്ട് ഭാരതഖണ്ഡത്തെ അവിനാശി എന്ന് പറയുന്നു. പരമാത്മാ അവതരണം വിശേഷിച്ചും ഭാരതഖണ്ഡത്തിലായിരുന്നു. കാരണം അധർമ്മത്തിന്റെ വൃദ്ധിയും ഭാരതഖണ്ഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് പരമാത്മാ യോഗബലത്തിലൂടെ കൗരവ രാജ്യത്തെ ഇല്ലാതാക്കി പാണ്ഡവ രാജ്യം സ്ഥാപിക്കുന്നത്. പരമാത്മാ വന്ന് ധർമ്മത്തിന്റെ രാജ്യം സ്ഥാപന ചെയ്തു. പക്ഷേ ഭാരതവാസികൾ തന്റെ പവിത്രമായ ധർമ്മത്തെയും ശ്രേഷ്ഠമായ കർമ്മത്തെയും മറന്ന് സ്വയം ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. സാധുക്കൾ തന്റെ ധർമ്മത്തെ അറിയാതെ മറ്റ് ധർമ്മങ്ങളിലേക്ക് ചേർന്നു. ഇത് പരിധിയില്ലാത്ത ജ്ഞാനമാണ്. പരിധിയില്ലാത്ത അധികാരി സ്വയം പറഞ്ഞു തരികയാണ്. തന്റെ സ്വധർമ്മം മറന്ന് പരിധിയുള്ളതിൽ കുടുങ്ങിപ്പോകരുത്. ഇതിനെയാണ് പറയുന്നത് അതിധർമ്മഗ്ലാനി. കാരണം ഇതെല്ലാം പ്രകൃതിയുടെ ധർമ്മമാണ്. പക്ഷെ ആദ്യം വേണ്ടത് സ്വധർമ്മം. ഓരോരുത്തരുടെയും സ്വധർമ്മമാണ് ഞാൻ ആത്മാവ്, ശാന്തസ്വരൂപമാണ്. തന്റെ പ്രകൃതിയുടെ ധർമ്മമാണ് ദേവതാധർമ്മം. 33 കോടി ഭാരതവാസികൾ ദേവതകളാണ്.
ഇപ്പോൾ പരമാത്മാവാണ് പറയുന്നത്, അനേക ദേഹധർമ്മത്തിന്റെ ത്യാഗം ചെയ്യൂ. സർവധർമാനി പരിത്യജ. ഈ പരിധിയുള്ള ധർമ്മത്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരിധിയുള്ള ധർമ്മങ്ങളിൽ നിന്ന് വേറിട്ട് പരിധിയില്ലാത്തതിലേക്ക് പോകണം. പരിധിയില്ലാത്ത ബാബ സർവശക്തിവാൻ പരമാത്മാവുമായി യോഗം വയ്ക്കണം. സർവശക്തിവാൻ പ്രകൃതിപതി പരമാത്മാവാണ്. കഴിഞ്ഞ കൽപ്പത്തെ പോലെ ഏതു ഭാഗത്താണോ സാക്ഷാൽ പ്രകൃതിപതി പരമാത്മാവുണ്ടായിരിക്കുന്നത് അവിടെ വിജയം പാടപ്പെടും. ശരി.